നമസ്കാരം, എല്ലാവർക്കും മത്തിമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇടിച്ചക്ക കൊണ്ട് ഒരു ഉപ്പിലിട്ടത് അല്ലെങ്കിൽ പിക്കിള്, അച്ചാറ് എന്ത് വേണമെങ്കിൽ പറയാട്ടോ, ഈ സംഭവമാണ്. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ എന്താ, അച്ഛനുണ്ട് വടുക്കോർത്ത് നിന്നിട്ട് ചക്ക നേരെയാക്കണം, അതായത് ഇടിച്ചക്ക നേരെയാക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ അതിന്റെ വീഡിയോ അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. ഞാൻ അത് ഒരു 3 കൊല്ലം മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഇടിച്ചക്ക കൊണ്ട് ഈ ഉപ്പിലിട്ടത് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ആദ്യം നമുക്ക് ഇടിച്ചക്കയാണ് വേണ്ടത്. അപ്പോൾ അച്ഛൻ രാവിലെ തന്നെ അത് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം അതിൻ്റെ ആ ഹെഡ്, ആ ഒരു തലഭാഗം വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ അതിന്ന് മുളഞ്ഞൊക്കെ പോകണമല്ലോ. അപ്പോൾ മുളഞ്ഞു പോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മളതിങ്ങനെ തൊടിയിലേക്ക് മുഖം തിരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞൊരു മരക്കഷ്ണം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ മുളഞ്ഞൊക്കെ എടുത്ത് കളയാം. ഇനി അതിനെ എന്താ പറയുക, മുറിച്ച് റൗണ്ട് ഷേപ്പിൽ മുറിച്ച് എല്ലാ ഭാഗത്തു നിന്നും ഈ മുളഞ്ഞ് നമുക്ക് കളയണം കേട്ടോ. അപ്പോൾ കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ട്, കത്തിയിലും കയ്യിലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് വേണം ഈ ഒരു സംഭവമൊക്കെ ചെയ്യാൻ. അപ്പോൾ ഈ ചക്കയുടെ കാലമായി, അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അച്ഛൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ തോലും അതിൻ്റെ മൂക്കും ഒക്കെ, മൂക്ക് തന്നെയല്ലേ എല്ലാ ഭാഗത്തും പറയുക, ഇനി ഞങ്ങളുടെ ഭാഗത്ത് മാത്രമാണോ പറയാന്ന് എനിക്കറിയില്ല, തോലും അതിൻ്റെ മൂക്കും ഒക്കെ നമുക്ക് കളയാം. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതാ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും നുറുക്കിയതിന് ശേഷം നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ, നീളത്തിൽ കനമില്ലാണ്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ മുറിച്ച എല്ലാ കഷ്ണങ്ങളും നമുക്കിതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ടൊന്ന് വേഗം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞു വെച്ച ഇടിച്ചക്കയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പുളിഞ്ഞയുടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് തിള വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് എന്ത്, ശർക്കര അച്ച്. ഒരു ശർക്കരയുടെ ഒരു കുഞ്ഞി കഷ്ണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുഞ്ഞി കഷ്ണമല്ല, കുറച്ച് ഒരു വലിയൊരു ശർക്കരയുടെ പകുതി ഭാഗം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്താ പറയുക, പിക്കിളൊക്കെ ആകുമ്പോൾ എത്ര എരി വേണച്ചാൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നമുക്കൊന്ന് എന്താ പറയുക ഇളക്കി മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു കഷ്ണത്തിൻ്റെ ഒരു കായം ഇട്ട് കൊടുക്കാം. പൊടിയാണെങ്കിൽ പൊടി, കഷ്ണമാണെങ്കിൽ കഷ്ണം, ഏതാച്ചാട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു ഇടിച്ചക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നു നോക്കുമ്പോൾ എന്താ കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇടിച്ചക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ഇതിലേക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കുക. ഈ ഒപ്പം തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ല സ്വാദാണ് കേട്ടോ ഈ ഒരു ഇടിച്ചക്ക ഉപ്പിലിട്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ഇടണം. ചൂടാറിയതിന് ശേഷം മാത്രം കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ചൂടോട് കൂടിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കയപ്പ് വരും. അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കടുക്, മുളക്, കരിവേപ്പിൻ്റെ ഇല, ഇത്രയും സംഭവങ്ങളും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇടിച്ചക്ക ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ഇടിച്ചക്ക അച്ചാറ് അല്ലെങ്കിൽ പിക്കിള് എന്തായാലും ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയും ടാറ്റാ, ബൈ.